ജയിൽ ചാട്ടവും സിസ്റ്റം ഫെയിലിയർ. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു. നല്ല വീഴ്ചയായി, പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച പോയല്ലോ. വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതിനു ശേഷം പിടിയിലായ ഗോവിന്ദച്ചാമി ജയിലിലെത്തിച്ച് തെളിവെടുത്തു. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദച്ചാമി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് റിമാൻഡ്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ജയിലിൽ നിന്ന് പുറത്തു ചാടിയ പ്രതി, കൊടും ക്രിമിനൽ, സർക്കാരിനും സിസ്റ്റത്തിനുമൊക്കെ നാണക്കേടായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കൊടും ക്രിമിനൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെ, എന്തായാലും ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും അധികൃതർ എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഭവ്യ, 4 മണിയോടുകൂടിയാണ് ഇയാളെ തെളിവെടുപ്പിനായി സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. സെൻട്രൽ ജയിലിന്റെ അകത്ത് മാത്രമാണ് തെളിവെടുപ്പ് നടന്നത്. അതായത് ഈ തുണി അവിടെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇയാൾ കൊണ്ടുവന്നിട്ടില്ല. അത് മാത്രമല്ല, ഇയാൾ ഏറ്റവും ഒടുവിലായി പിടികൂടിയ സ്ഥലത്തേക്കും തെളിവെടുപ്പിനായി എത്തിച്ചിട്ടില്ല. ജയിലിനകത്തേക്ക് എത്തിച്ചു, തെളിവെടുപ്പ് നടത്തി. സഹതടവുകാരന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതെന്നും മൊഴി കൊടുത്തു. തനിക്ക് ഈ കണ്ണൂർ ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറണം, അതിന് ഇത്തരത്തിലൊരു തടവ് ചാട്ടമുണ്ടായാൽ നടക്കുമെന്ന് കൊണ്ടാണ് ഇങ്ങനെ ജയിൽ ചാടിയെന്നാണ് മൊഴിയെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതോടൊപ്പം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അത് പകൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒളിച്ചിരുന്ന് രാത്രിയോടുകൂടി പോകാമെന്ന് കരുതിയായിരുന്നു എന്നും മൊഴിയുണ്ട്. എന്തായാലും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ ആരെങ്കിലും സഹായമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധനയിലാണ്. നിലവിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ തന്നെയാണ് ഇപ്പോഴും ഇയാൾ ഉള്ളത്. ഇനി മറ്റു ജയിലിലേക്ക് മാറുന്നത് സംബന്ധിച്ച് നാളെയോ മറ്റന്നാളോ ഇതിൽ ഒരു തീരുമാനമുണ്ടാകും. എന്നാലും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇയാളുടെ വൈദ്യ പരിശോധനയൊക്കെ വൈകിട്ടോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ മതിൽ ചാടിയതുകൊണ്ടോ അതല്ല ഈ കിണറ്റിലേക്ക് ചാടിയതുകൊണ്ടോ നല്ല കാലിന് ഇയാൾക്ക് ചെറിയ പരിക്ക് ഏറ്റിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ 1.5 മാസത്തോളമായി ഇയാൾ ആഹാരമൊക്കെ ക്രമീകരിച്ചു വരികയായിരുന്നു. കാരണം ഈ സെല്ലിന്റെ കമ്പിയുടെ ഇടയിലൂടെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി മെലിഞ്ഞ് ഒരു ഇതാവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൂടാതെ കൃത്യമായി 1.5 മാസത്തോളം പദ്ധതി ആസൂത്രണം ചെയ്യാൻ 1.5 മാസത്തോളം ഇയാൾ എടുത്തിരുന്നു. ഈ കമ്പി ഇത്തരത്തിൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഓരോ ദിവസവും കുറച്ചായി ഇത്തരത്തിൽ കട്ട് ചെയ്താണ് ഇയാൾ ആദ്യത്തെ ഈ കമ്പിയിൽ ഇടയിലൂടെ പുറത്തേക്ക് കടക്കുകയും ആദ്യ മതിൽ, ഇത് 2 മതിലാണ് ഈ പ്രത്യേക ബ്ലോക്കുകളിലുള്ളത്. അതിൽ ആദ്യ മതിൽ പാത്രങ്ങൾ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ കയറിയാണ് ഇയാൾ അത് ചാടിയത്. പിന്നീട് ഇത്തരത്തിൽ ഇയാളുടെ ഈ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിൽ കടക്കുകയായിരുന്നു. ഇയാളുടെ ഈ ജയിൽ വസ്ത്രങ്ങളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത് പാൻസും അതുപോലെ തന്നെ ഷർട്ടുമായിരുന്നു ഇയാളുടെ വേഷം. ഇത് എവിടെ നിന്ന് ലഭിച്ചു, ഈ ജയിൽ വസ്ത്രം ഇയാൾ ഉപയോഗിച്ചത് എവിടെ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. ഭവ്യ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് പിടിച്ചത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട് വളഞ്ഞത്. കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി മണിക്കൂറുകളോളമാണ് പോലീസിനെ മുൾമുനയിൽ നിർത്തിയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ 4ാം നമ്പർ സെല്ലിലായിരുന്നു കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിലെ 2 കമ്പികൾ അറുത്തുമാറ്റി. പുലർച്ചെയാണ് ജയിൽ ചാടിയത്. ഇക്കാര്യം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് മണിക്കൂറുകൾ വൈകി. സംഭവം പുറത്തറിഞ്ഞതോടെ മുക്കിലും മൂലയിലും പരിശോധന. ജയിൽ ചാടുമ്പോൾ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച തലയിണ ലഭിച്ചു. അതിന്റെ മണം പിടിച്ച പോലീസ് നായ നീങ്ങിയത് തളാപ്പ് ഭാഗത്തേക്ക്.
ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ ഗോവിന്ദചാമിയെ തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത്. ഗോവിന്ദചാമി എന്ന് ദൃക്സാക്ഷി വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയ ശേഷം ഇടവഴിയിലേക്ക് ഓടിമറിഞ്ഞു. ഗോവിന്ദചാമിയെ തിരിച്ചറിഞ്ഞ VM വിനോജ് എന്നയാൾ ടൗൺ പോലീസിനെ വിവരമറിയിച്ചു. അപ്പം ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അയാളുടെ അടുത്തെത്തി ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു, ഇതാ ഗോവിന്ദചാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇയാളെ ഇല്ല ഉടനെ തന്നെ ഞങ്ങൾ ഈ എൻ്റെ കൂടെയുള്ള ആൾ അവിടെ വരെ ചെന്ന് നോക്കും. അവനെ മതിലിനുള്ളിൽ കാട്ടിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. DCC ഓഫീസിന് മുൻവശത്തു കൂടി ഗോവിന്ദചാമി പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നതോടെ ഇയാൾ സമീപത്തെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. DCC ഓഫീസിന് സമീപത്തുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ പിറകുവശത്തെ കിണറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. പിന്നെ സാഹസികമായ പിടികൂടൽ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അയാൾക്ക് ആ സംഭവത്തെ പറ്റിയിട്ട് മൊഴി നൽകാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കൂടുതലായിട്ട് പോലീസ് പരിശോധിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കും. പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ടുന്ന കാര്യങ്ങളാണ്. 3 മണിക്കൂറിലധികമാണ് ഗോവിന്ദചാമി കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. ഹൈടെക് സംവിധാനം അടക്കമുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തു വന്നത് വ്യക്തമായ ആസൂത്രണത്തോടെ. 7 മീറ്റർ ഉയരമുള്ള ജയിൽ കോമ്പൗണ്ട്, മതിലും ഇലക്ട്രിക് ഫെൻസിംഗും ഉണ്ടായിട്ടും ഇവയെല്ലാം മറികടന്നാണ് ഗോവിന്ദചാമി പുറത്തെത്തിയത്. സെല്ലിലെ കമ്പി മുറിക്കാനുള്ള ആയുധം മുതൽ മാറിയിടാനുള്ള ഷർട്ടുകൾ വരെ ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലും ദുരൂഹത തുടരുകയാണ്. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി തനിയെ എങ്ങനെ ജയിലിന് പുറത്തെത്താനായെന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ഗോവിന്ദചാമി പുറത്തുകടക്കാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം. എന്നാൽ അതീവ സുരക്ഷയുള്ള ഹൈടെക് സംവിധാനമുള്ള ജയിലിൽ നിന്നും എങ്ങനെ ഒറ്റക്കയ്യനായ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പുറത്തെത്താനാകും എന്നതാണ് ചോദ്യം. ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നാണ് പരിശോധിക്കേണ്ടത്. സഹതടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടാവണം. നിരവധി വീഴ്ചകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ജയിൽ അധികൃതരാണ്. സെല്ലിലെ കമ്പികൾ മുറിക്കാനുള്ള ആയുധങ്ങൾ ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ജയിൽ CCTV നിരീക്ഷിക്കേണ്ടവരും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും എവിടെയായിരുന്നു? 3 മതിലുകൾ ചാടിക്കടന്നു വേണം ഗോവിന്ദചാമിക്ക് പുറത്തെത്താൻ. ഈ സമയമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുലർച്ചെ 1:15 ഗോവിന്ദചാമി പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചമില്ലായിരുന്നു. CCTV ഉള്ളത് വരാന്തയിൽ മാത്രം. 3 മതിലുകൾ ചാടിക്കടക്കാൻ എടുത്ത 4 മണിക്കൂർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ജയിലിൽ വെള്ള വസ്ത്രങ്ങളാണ് തടവു പുള്ളികൾക്ക് നൽകുക. എന്നാൽ ജയിൽ ചാടിയ ഗോവിന്ദചാമി കറുത്ത ഷർട്ടും പിന്നീട് വെള്ളവസ്ത്രവും മാറിയതെങ്ങനെ? ഇയാൾക്ക് വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നുവെന്നും 1:10 വാർഡൻ ടോർച്ചടിച്ച് പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമി ചുവരിനോട് ചേർന്ന് പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടിയപ്പോൾ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ തലയിണ താഴെയിട്ടുവെന്നും ഇത് മണം പിടിച്ചാണ് പോലീസ് നായ ഇയാളിലേക്ക് എത്തിയതെന്നും അധികൃതർ. ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത്.
ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടെയൊക്കെ പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യാപകമായ അതെ, ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള CCTV പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട്, കറുത്ത പാൻറ് തുടങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DGPയുടെ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നതും ഗൗരവം കൂട്ടുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി കഴിച്ചത് ചപ്പാത്തി മാത്രം. ഇതിനായി ഡോക്ടറിൽ നിന്നും പ്രത്യേക അനുമതിയും വാങ്ങി. ശരീരഭാരം പകുതിയായി കുറച്ചു. കമ്പിക്കുള്ളിലൂടെ കടക്കണമെങ്കിൽ തടിച്ച ശരീരമുള്ളയാൾക്ക് സാധിക്കില്ല. ഇതായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18